പത്തരമാറ്റിലെ പുത്തൻ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ജ്വല്ലറി ഈ ഡീലിൽ തൂക്കുകയാണ്. അപ്പം നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് മാളവികയെ സംശയമുള്ള കാര്യം. അപ്പം നാഗേന്ദ്രൻ പറയാണ്, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ താൻ മുൻകൂട്ടി കാണണമായിരുന്നു. മാത്രമല്ല ഈ സമയത്താണെങ്കിൽ ആദർശ് ജ്വല്ലറിയുടെ പുറകിൽ ആരാണെന്ന് അറിയാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ മൂർത്തി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലവട്ടവും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ നാഗേന്ദ്രനും ഡേവിഡിനും ഒക്കെ ഈ തോൽവിയിലൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതിനുശേഷം അനിയും നയനയും കൂടെ നേരെ ആദർശിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, ഇനി നിനക്ക് മുത്തച്ഛൻ്റെ മുന്നിൽ ധൈര്യമായിട്ട് ചെന്ന് നിൽക്കാം. ജ്വല്ലറിയുടെ അടിവേരെടുക്കുന്ന വിജയല്ലേ നമ്മൾ നേടിയെന്ന് ആദർശ് അനിയടുത്ത് പറയാണ്. എന്തായാലും ആദർശിനോട് സംസാരിച്ച ശേഷം അനി നേരെ പോകുന്നത് മൂർത്തി കുടുംബത്തിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശനെ കാണുന്നുണ്ട്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, അന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടത്തി എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കുമ്പോൾ കുറേ മിസ് കോൾ കാണുന്നുണ്ട്. അത് കണ്ട് ഏട്ടത്തി പെട്ടെന്ന് തന്നെ ഒരാളെ തിരിച്ച് വിളിക്കുന്നുണ്ട്. എനിക്കന്നേരം തോന്നിയ മുത്തശ്ശനെയാണ് ഏട്ടത്തി വിളിച്ചതെന്നാ തോന്നിയെന്ന് അനി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് മൂർത്തി ഒന്ന് വല്ലാതാവുന്നുണ്ട്. എന്തായാലും അനിക്ക് മനസ്സിലാവുന്നുണ്ട് നയനയും അതുപോലെ മുത്തശ്ശനും തമ്മിൽ പിണക്കമൊന്നുമില്ല, എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് എനിക്കെന്തായാലും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി പ്രമേയമാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.